മുഹറം 10 ബന്ധപ്പെട്ട 20 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മുഹറം 10 അഥവാ ആഷുറാ ദിനത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, അന്ന യൗമ ആഷുറാ, തീർച്ചയായിട്ടും ആഷുറാ ദിവസം, ഫീഹി താബല്ലാഹു അല ആദമ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബ സ്വീകരിച്ചത് മുഹറം 10 അഥവാ ആഷുറാ ദിനത്തിലാണ്. രണ്ടാമത്തെ കാര്യം, വഫീഹി ഇസ്തവത് സഫീനത്തു നോഹിൻ അലൈഹിസ്സലാം അലൽ ജൂദി, നോഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10 ആഷുറാ ദിനത്തിലാണ്. മൂന്നാമത്തേത്, വഫീഹി ഫലഖല്ലാഹുൽ ബഹറ ലിബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിയർക്ക് വേണ്ടി അല്ലാഹു തആല കടൽ പിളർത്തിക്കൊടുത്തു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സമൂഹത്തെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അത് മുഹറം 10 ആഷുറാ ദിനത്തിലാണ്. അഞ്ചാമത്തേത്, വഫീഹി വുലിദ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ആഷുറാ ദിനത്തിലാണ്. വഫീഹി ഉഖ്രിജ യൂനുസ അലൈഹിസ്സലാം മിൻ ബത്നിൽ ഹൂതി, അഞ്ചാമത്തേത്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യ വയറ്റിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10. ആറാമത്തേത്, വഫീഹി താബല്ലാഹു അലാ ഖൗമി യൂനുസ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ തൗബ അള്ളാഹു തആല സ്വീകരിച്ചത് ആഷുറാ ദിനത്തിലാണ്. ഏഴാമത്തേത്, വഫീഹി വുലിദ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് ആഷുറാ ദിനത്തിലാണ്. എട്ടാമത്തേത്, വഫീഹി നുജ്ജിയ മിൻ നാരി നമ്രൂദ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് ആഷുറാ ദിനത്തിലാണ്. ഒമ്പതാമത്തേത്, വഫീഹി റുദ്ദ അലാ യഅ്ഖൂബ അലൈഹിസ്സലാം ബസ്വറുഹു, യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാഴ്ച ശക്തി തിരികെ ലഭിച്ചത്, അല്ലാഹു തആല തിരിച്ചു കൊടുത്തത് അത് ആഷുറാ ദിനത്തിലാണ്. വഫീഹി കശഫുല്ലാഹുൽ ളുർറ അൻ അയ്യൂബ അലൈഹിസ്സലാത്തു വസ്സലാം, പത്താമത്തേത്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രോഗം സുഖപ്പെടുത്തിയത് ആഷുറാ ദിനത്തിലാണ്. 11ാമത്തേത്, വഫീഹി ഗഫറല്ലാഹു ലി ദാവൂദ അലൈഹിസ്സലാം ദംബഹു, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തത് മുഹറം 10. 12ാമത്തേത്, വഫീഹി ഉഅ്തിയ സുലൈമാനു അലൈഹിസ്സലാം അൽ മുൽക്ക, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുൽക്ക് രാജാധികാരം കൊടുത്തത്, ലോകം മുഴുവൻ ഭരിക്കാനുള്ള ആ സംഭവം കൊടുത്തത് അത് മുഹറം 10. ആ അധികാരം നൽകിയത് മുഹറം 10. 13ാമത്തേത്, വഫീഹി ഗഫറല്ലാഹു ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാപ സുരക്ഷിതനാക്കിയത് മുഹറം 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു പാപവും സംഭവിക്കാത്ത രൂപത്തിൽ പാപ സുരക്ഷിതനാക്കി അല്ലാഹു തആല പ്രഖ്യാപിച്ചു. മുഹറം 10. 14ാമത്തേത്, വഹുവ അവ്വലു യൗമിൻ ഖലഖല്ലാഹു ഫീഹി ദുനിയാ, അല്ലാഹു ദുനിയാവിനെ സൃഷ്ടിച്ച ആദ്യ ദിവസമാണ് മുഹറം 10 ആഷുറാ ദിനം. 15ാമത്തേത്, വഫീഹി ഖലഖല്ലാഹു സമാഅ വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ട ദിവസം അത് മുഹറം 10. മാത്രമല്ല 16ാമത്തേത്,
വഫീഹി ഖലഖല്ലാഹുൽ ജിബാല, മലകളെ പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. 17-ാമത്തേത് വഫീഹി ഖലഖല്ലാഹുൻ നുജൂമ, നക്ഷത്രങ്ങളെ അള്ളാഹു തആല സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. 18-ാമത്തേത് വഫീഹി ഖലഖല്ലാഹുൽ ലൗഹ വൽ ഖലമ, ലൗഹുൽ മഹ്ഫൂളും ഖലമും സൃഷ്ടിച്ചത് മുഹറം 10-നാണ്. 19-ാമത്തേത് വഫീഹി ഖലഖല്ലാഹു ജിബ്രീല വ മലായികതഹു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അതുപോലെ മറ്റു കോടാനക്കോടി മലക്കുകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് അത് ആശുറ ദിനത്തിലാണ്, മുഹറം 10-നാണ്. 20-ാമത്തേത് വഫീഹി തഖൂമുസ്സാഅ, അന്ത്യനാൾ നടക്കുന്നതും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും ഒരു മുഹറം 10-നായിരിക്കും. ഒരു മുഹറം 10-നായിരിക്കും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മുഹറം 10-ന് ഉണ്ടായ, പ്രവാചകന്മാർക്കുണ്ടായ സംഭവങ്ങളാണ് ഈ നമ്മൾ കേട്ടത്. 20 കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു കാര്യമുള്ളൂ. അതെന്താണ്? ഖിയാമത്ത് നാളാണ്. അത് മുഹറം 10-നായിരിക്കും. മറ്റുള്ളതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളും അതുപോലെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഇതിൽ നമുക്ക് അള്ളാഹു തആല ഒരുപാട് പ്രത്യേകമായ കാര്യങ്ങൾക്ക് തിരഞ്ഞെടുത്ത് മുഹറം 10-ആണ്. അപ്പോൾ വിജയത്തിൻ്റെ, ഒരുപാട് പുരോഗതിയുടെ, ഒരുപാട് ജനനങ്ങളുടെ ഒക്കെ ദിവസമായിട്ട് അള്ളാഹു തആല തിരഞ്ഞെടുത്തത് മുഹറം 10-ആണ്. അപ്പോൾ വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണെന്ത്?